അമേരിക്കയിൽ പോയി പഠിക്കാനും ജോലി ചെയ്യാനും ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് വലിയൊരു തിരിച്ചടിയാണ് US നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ വിദേശയാത്ര സ്വപ്നങ്ങൾക്ക് വേഗത കൂട്ടാൻ സഹായിച്ചിരുന്ന ഒരു പ്രധാന സംവിധാനത്തിൽ അമേരിക്കൻ സർക്കാർ മാറ്റം വരുത്തുകയാണ്. വിസ അഭിമുഖം ഒഴിവാക്കുന്ന ഡ്രോപ്പ് ബോക്സ് സംവിധാനത്തിന്റെ നിയമങ്ങൾ ഒക്ടോബർ 1, 2025 മുതൽ കർശനമാക്കുകയാണ്. ഈ മാറ്റം വിദേശ വിദ്യാർത്ഥികളെയും പ്രൊഫഷണലുകളെയും അമേരിക്കയിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരെയും ഒരേപോലെ ബാധിക്കും. എന്താണ് ഈ മാറ്റം? ഇത് നിങ്ങളെ എങ്ങനെ ബാധിക്കും എന്ന് നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. നിലവിൽ വിസ റിന്യൂ ചെയ്യുന്ന പലർക്കും ചില പ്രത്യേക വിഭാഗക്കാർക്കും നേരിട്ടുള്ള വിസ അഭിമുഖം ഒഴിവാക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നു. ഇതാണ് ഡ്രോപ്പ് ബോക്സ് സംവിധാനം. പേപ്പറുകൾ സബ്മിറ്റ് ചെയ്താൽ മതി, വിസ കയ്യിൽ കിട്ടും. എന്നാൽ പുതിയ നിയമം വരുന്നതോടെ മിക്ക നോൺ ഇമിഗ്രന്റ് വിസ അപേക്ഷകരും ഇനി മുതൽ നേരിട്ടുള്ള അഭിമുഖത്തിന് ഹാജരാകേണ്ടി വരും. വിസ നടപടികൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. നേരത്തെ ഇളവ് ലഭിച്ചിരുന്ന 14 വയസ്സിൽ താഴെയുള്ളവരും 79 വയസ്സിൽ കൂടുതലുള്ളവരും ഉൾപ്പെടെയുള്ള എല്ലാ നോൺ ഇമിഗ്രന്റ് വിസ അപേക്ഷകരും ഇനി നേരിട്ടുള്ള അഭിമുഖത്തിന് പോകണം. അതുകൊണ്ട് തന്നെ വിസ നടപടികൾക്ക് കൂടുതൽ സമയമെടുക്കും. വിസ അപ്പോയിന്റ്മെന്റുകൾക്കായി കൂടുതൽ കാത്തിരിക്കേണ്ടിയും വരും. എങ്കിലും ചില വിഭാഗക്കാർക്ക് ഇപ്പോഴും ആശ്വാസമുണ്ടെന്ന് പറയാം. നയതന്ത്ര വിസകളോ ഔദ്യോഗിക വിസകളോ ഉള്ളവർക്കും B1, B2, H2A വിസകൾ പുതുക്കുന്നവർക്കും ആനുകൂല്യം ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ ചില നിബന്ധനകളുണ്ട്. പഴയ വിസയുടെ കാലാവധി കഴിഞ്ഞ് 12 മാസത്തിനുള്ളിൽ പുതുക്കണം. മുൻ വിസ പൂർണ്ണ കാലാവധിക്ക് നൽകിയിരിക്കണം. വിസ ലഭിക്കുമ്പോൾ അപേക്ഷകന് കുറഞ്ഞത് 18 വയസ്സെങ്കിലും ഉണ്ടായിരിക്കണമെന്നും നിബന്ധനയിൽ പറയുന്നു. ഈ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മാത്രമേ അഭിമുഖം ഒഴിവാക്കാനാകൂ. ശ്രദ്ധിക്കുക, ഈ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചാലും വിസ ഓഫീസർക്ക് വേണമെങ്കിൽ നിങ്ങളെ അഭിമുഖത്തിനായി വിളിക്കാം. ഈ മാറ്റം വിദേശ വിദ്യാർത്ഥികളെ കാര്യമായി ബാധിക്കും. F1 പഠന വിസ, M1 തൊഴിൽ അധിഷ്ഠിത പഠനം, J1 എക്സ്ചേഞ്ച് തുടങ്ങിയ വിസകൾക്ക് ഇനി കൂടുതൽ കാലം കാത്തിരിക്കേണ്ടി വന്നേക്കാം. വിസയ്ക്ക് വലിയ ഡിമാൻഡുള്ള ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഇത് വെല്ലുവിളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വിദഗ്ധരായ പ്രൊഫഷണലുകൾക്കും തൊഴിലാളികൾക്കും, പ്രത്യേകിച്ച് വിസ റിന്യൂ ചെയ്യുന്നവർക്ക് പുതിയ നിയമങ്ങൾ കൂടുതൽ തയ്യാറെടുപ്പുകൾ ആവശ്യമായി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അമേരിക്കൻ വിസയ്ക്ക് അപേക്ഷിക്കാൻ തയ്യാറെടുക്കുന്നവരോ വിസ പുതുക്കാൻ കാത്തിരിക്കുന്നവരോ ആണെങ്കിൽ നിങ്ങൾ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1. സമയം കണക്കാക്കുക. വിസ നടപടികൾക്ക് ഇനി കൂടുതൽ സമയമെടുത്തേക്കാം. 2. തയ്യാറെടുപ്പുകൾ നടത്തുക. വിസ അഭിമുഖത്തിനായി മികച്ച രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തണം. 3. രേഖകൾ കൃത്യമാക്കുക. ആവശ്യമായ എല്ലാ രേഖകളും നേരത്തെ തന്നെ തയ്യാറാക്കുക. 4. വെബ്സൈറ്റ് പരിശോധിക്കുക. US എംബസിയുടെ വെബ്സൈറ്റുകൾ നിരന്തരം പരിശോധിക്കുക. കാരണം ഓരോ രാജ്യത്തിനും പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാകാം. അമേരിക്കൻ വിസ നയത്തിൽ വരുന്ന ഈ വലിയ മാറ്റം നേരിട്ടുള്ള പരിശോധനയ്ക്കും സൂക്ഷ്മതയ്ക്കും സർക്കാർ നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുകയാണ്. കാര്യങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്താൽ ഈ വെല്ലുവിളികളെ നമുക്ക് മറികടക്കാം. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുക. വിസയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോയുമായി വീണ്ടും കാണാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.